ലോകമെമ്പാടും ഗ്ലോക്കോമയെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി ആചരിക്കുന്ന ഒരു അന്താരാഷ്ട്ര ബോധവൽക്കരണ വാരം. ഗ്ലോക്കോമ എന്ന രോഗാവസ്ഥയുടെ അപകട സാധ്യതകളിലേക്കും രോഗാവസ്ഥയെ ചെറുത്തു നിൽക്കാൻ എടുക്കേണ്ട മുൻകരുതലുകളിലേക്കും വിരൽ ചൂണ്ടിക്കൊണ്ട് ഡോക്ടർ ടോണി സ്കൂൾ ഓഫ് ഒപ്റ്റോമെട്രിയിലെ വിദ്യാർത്ഥികൾ സമർപ്പിക്കുന്ന ഈ ദൃശ്യവിരുന്നിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം. ഈ ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്രതിജ്ഞ എടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. എല്ലാവരും ഈ പ്രതിജ്ഞയിൽ പങ്കെടുക്കണം. എല്ലാവരും വലത് കൈ മുന്നോട്ട് വെച്ച് ഈ പ്രതിജ്ഞ ഏറ്റുചൊല്ലേണ്ടതാണ്. ഗ്ലോക്കോമ എന്നത് കാഴ്ചയെ നിശബ്ദമായി വന്ന് കവർന്നെടുക്കുന്ന ഒരു രോഗമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഗ്ലോക്കോമ മൂലം നഷ്ടമായ കാഴ്ച ഒരു ചികിത്സ കൊണ്ടും തിരികെ ലഭിക്കുകയില്ല. അതിനാൽ തുടക്കത്തിലെ ഈ രോഗം കണ്ടെത്തേണ്ടതിന്റെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കുന്നു. കണ്ണിൽ മർദ്ദം കൂടുതലുള്ളവർ, പ്രമേഹം, രക്തസമ്മർദ്ദം, ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി, പാരമ്പര്യമായി വീട്ടിൽ ഗ്ലോക്കോമയുള്ളവർ, ഇവരിൽ രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഈ അറിവ് എന്റെ കുടുംബാംഗങ്ങൾക്കും ചുറ്റുമുള്ളവർക്കും പകർന്നുകൊണ്ട് ഗ്ലോക്കോമ മൂലമുള്ള അന്ധത നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് പരിശ്രമിക്കുമെന്നും ഞാൻ ദൃഢമായി പ്രതിജ്ഞ ചെയ്യുന്നു. 1, 2, 3. നമസ്കാരം. അധ്യക്ഷൻ, മറ്റു വിശിഷ്ട അതിഥികൾക്ക് നമസ്കാരം. ഇത് ഗ്ലോക്കോമ വാരാചരണം നമ്മൾ എല്ലാ വർഷവും മാർച്ച് 2ാമത്തെ ആഴ്ചയാണ് നമ്മൾ ആചരിക്കുന്നത്. കൂടുതൽ ബോധവൽക്കരണം കൊടുക്കുന്നത് ഗ്ലോക്കോമ എന്ന അസുഖത്തെ പറ്റി പറയുന്നത് ഇപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ കാഴ്ചയുടെ നിശബ്ദ കൊലയാളി എന്നാണ്. അതായത് നമ്മള് കാഴ്ച നഷ്ടപ്പെടുന്നത് അറിയാത്ത ഒരു സ്ഥിതിയാണ് ഗ്ലോക്കോമയ്ക്ക്. സാധാരണ നമുക്ക് ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു രോഗലക്ഷണങ്ങൾ ഉണ്ടാകും. അപ്പം കാഴ്ചയെ ഇപ്പൊ കണ്ണ് സംബന്ധമായിട്ടാണെങ്കിൽ നമുക്ക് കണ്ണിന് വേദന അല്ലെങ്കിൽ കാഴ്ചക്കുറവ്, ഇത് ഒക്കെ ആയിരിക്കും സാധാരണ ഒരു രോഗലക്ഷണം വരുന്നത്. എന്നാൽ ഗ്ലോക്കോമയെ സംബന്ധിച്ച് ഇതിനൊരു രോഗലക്ഷണം പ്രാരംഭഘട്ടത്തിൽ ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഇതിനെ നിശബ്ദ കൊലയാളി എന്ന് വിളിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഗ്ലോക്കോമ എന്ന അസുഖം എങ്ങനെയാണ് അത് കണ്ണിനെ ബാധിക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ കണ്ണിന്റെ ഉള്ളിലെ ഒരു തലച്ചോറിലോട്ട് പോകുന്ന ഒരു നെർവ് ഉണ്ട്, ഒപ്റ്റിക് നാഡി എന്ന് പറയും. ആ ഒപ്റ്റിക് നെർവിനെ ബാധിക്കുന്ന പ്രശ്നമാണ് ഗ്ലോക്കോമ. അത് എങ്ങനെയാ ബാധിക്കുന്നതെന്ന് വെച്ചാല് കണ്ണിന്റെ ഉള്ളില് നമുക്കൊരു അക്യൂസ് ഹ്യൂമർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലൂയിഡ് ഉണ്ട്, ഒരു ദ്രാവകം. അത് കണ്ണിന്റെ ഉള്ളിൽ തന്നെ ഉൽപ്പാദിക്കപ്പെടുകയും അതിലൂടെ ഒഴുകി രക്തത്തിലോട്ട് പോകുന്നതാണ്. ഈ ഫ്ലൂയിഡിന്റെ ഒഴുക്കിനെ ബാധിക്കുന്ന ഒരു വ്യതിയാനത്തിലാണ് കണ്ണിന്റെ പ്രഷർ കൂടുന്നത്. ഈ പ്രഷർ കൂടുമ്പോൾ നമ്മുടെ കണ്ണിന്റെ ഉള്ളിലെ ആ ഒപ്റ്റിക് നാഡിയിലെ നെർവ് ഫൈബർ അല്ലെങ്കിൽ അതിനകത്തെ നാരുകൾ നഷ്ടപ്പെടുന്നത് മൂലം വശങ്ങളിലെ കാഴ്ച, സാധാരണ നിങ്ങൾ എല്ലാവരും കണ്ണ് പരിശോധിച്ചിട്ടുണ്ടാകും, കാഴ്ച പരിശോധിച്ചിട്ടുണ്ടാകും. നമ്മളൊരു ബോർഡ് വെച്ചിട്ട് അക്ഷരങ്ങളൊക്കെ വായിക്കുന്നില്ല, അത് നമ്മുടെ സെൻട്രൽ വിഷൻ, അതായത് നടുക്കത്തെ കാഴ്ചയാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ ഗ്ലോക്കോമയെ ബാധിക്കുന്നത് വശങ്ങളിലെ കാഴ്ചയാണ്. അപ്പൊ ഈ വശങ്ങളിലെ കാഴ്ച കുറയുന്നത് ലാസ്റ്റ് സ്റ്റേജിലാണ് എല്ലാവരും അറിയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നിശബ്ദ കൊലയാളി എന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ
ശരീരത്തിലെ കണ്ണിന്റെ പ്രഷർ എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ കണ്ണിനുള്ളിലും ഒരു പ്രഷർ ഉണ്ട്. അത് നോർമൽ എന്ന് പറയുന്നത് 10 മുതൽ 20 വരെയാണ്. 20-ന് മേലെ പോയാലാണ് നമ്മൾ ഗ്ലോക്കോമയായിട്ട് സ്ഥിരീകരിക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒപ്റ്റിക് നാഡിയിൽ വരുന്ന വ്യത്യാസങ്ങൾ. അപ്പൊ ആദ്യത്തെ പിക്ചർ എന്ന് പറയുന്നത് ശരിക്കൊരു നോർമൽ ആയിട്ടുള്ളത്. പിന്നെ ഈ ഗ്ലോക്കോമ ബാധിച്ചത് മൂലം ഒപ്റ്റിക് നാഡിയിൽ വരുന്ന ആ നാരുകൾ ഒഴിഞ്ഞു പോകുന്നതിൽ വരുന്നത് കൊണ്ടാണ് ആ വലിയ സ്പേസ് വരുന്നത്. അതിലാണ് നമുക്ക് വശങ്ങളിലെ കാഴ്ച കുറഞ്ഞു വരുന്നത്. അപ്പൊ ഇത് നോക്കുക, ആദ്യത്തെ ഒരു കേസിൽ നമുക്ക് ആദ്യം ഒരു സാധാരണ ഒരു നോർമൽ ആൾക്കാരുടെ വിഷനാണ്. അത് തുടങ്ങി വരുമ്പോൾ ചെറുതായിട്ട് കുറഞ്ഞു വരുമ്പോഴും നമ്മൾ അറിയാതെ പോകും. പിന്നെ ഒരു മൂന്നാമത്തെ സ്റ്റേജ്, അതാണ് താഴത്തെ ആ പിക്ചറിൽ കാഴ്ച കുറഞ്ഞു വന്ന് അവസാനം ഒരു ട്യൂബിലൂടെ നോക്കുന്ന പോലെ ഉള്ള കാഴ്ചയായിട്ട് വരും. അപ്പം ഗ്ലോക്കോമയെ സംബന്ധിച്ച് നമുക്ക് ഈ പോയ കാഴ്ച ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. ഇപ്പൊ ലോകത്തില് അന്ധതയില് 2ാം സ്ഥാനമാണ് ഗ്ലോക്കോമയ്ക്ക്. ഇനി ആർക്കൊക്കെയാണ് റിസ്ക് ഉള്ളതെന്ന് നേരത്തെ നമുക്ക് പറഞ്ഞു കേൾക്കാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഏറ്റവും കൂടുതൽ പാരമ്പര്യമായിട്ട് കുടുംബത്തിൽ ആർക്കെങ്കിലും ഗ്ലോക്കോമ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് വരാൻ സാധ്യത ഏറ്റവും കൂടുതലാണ്. പിന്നെ കട്ടി കണ്ണട ഉപയോഗിക്കുന്നവർ, ഹൈ പവർ ലെൻസ് ഉപയോഗിക്കുന്നവർക്ക് ഗ്ലോക്കോമ വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ എന്തെങ്കിലും മുമ്പ് ചെറുപ്പത്തിലോ എന്തെങ്കിലുമൊക്കെ കണ്ണിന് മുറിവുകൾ ഏറ്റിട്ടുണ്ടെങ്കിൽ പിന്നീട് ഗ്ലോക്കോമ വരാൻ. പിന്നെ ചില അലർജി കേസിൽ നമ്മൾ സ്റ്റിറോയിഡ് പോലത്തുള്ള ഡ്രോപ്സ് കണ്ടിന്യൂസ് ആയിട്ട് കുറെ നാൾ യൂസ് ചെയ്താലും ഗ്ലോക്കോമ വരാൻ ചാൻസ് കൂടുതലാണ്. ഇതാണ് നമ്മൾ ശരിക്കും പ്രാരംഭമായിട്ട് അല്ലെങ്കിൽ ഒരു സ്ക്രീനിങ് പർപ്പസിന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഗ്ലോക്കോമ ഉണ്ടോ, കണ്ണിന്റെ പ്രഷർ അളക്കുന്ന ഒരു ഉപകരണമാണ് ടോണോമീറ്റർ എന്നുള്ളത്. നമുക്കത് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ 40 വയസ്സ് കഴിഞ്ഞവർക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്നിട്ടാണെങ്കിലും പ്രഷർ ചെക്ക് ചെയ്യാം. കൂടുതലുണ്ടെങ്കിൽ അതിന്റെ വിശദമായ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ പരിശോധനയ്ക്ക് നമ്മൾ പോകേണ്ടതാണ്. ഇനി ഗ്ലോക്കോമയുടെ ചികിത്സ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ BP-ക്കും അല്ലെങ്കിൽ ഷുഗറിനും മരുന്ന് കഴിക്കുന്ന പോലെ തന്നെ ലൈഫ് ലോങ് ജീവിതകാലം മുഴുവൻ നമ്മൾ മരുന്നാണ് ഒഴിക്കേണ്ടത്. ഒരിക്കലും നിർത്താൻ പാടില്ല. കാരണം പ്രഷർ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനാണ് ഇതിന്റെ നമുക്ക് ആ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ ചില കേസിൽ മരുന്നിലും പ്രഷർ കുറയുന്നില്ലെങ്കിലാണ് നമുക്ക് സർജറി അല്ലെങ്കിൽ ലേസർ ട്രീറ്റ്മെന്റ് ഒക്കെ ഉള്ളത്. അപ്പം നമുക്കിത് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം എന്ന് വെച്ചാൽ എല്ലാവരും നമ്മൾ 40 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ വർഷവും ഒരു റെഗുലർ ആയിട്ട് ഒരു കണ്ണ് ചെക്ക് ചെയ്യുക, പ്രഷർ ചെക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ താലൂക്ക് ഹോസ്പിറ്റലിലാണെങ്കിൽ തിങ്കൾ ബുധൻ വെള്ളി ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനമുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വന്നാൽ പ്രഷർ ചെക്ക് ചെയ്യാം, അതിനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ പാരമ്പര്യമായിട്ട് ആർക്കെങ്കിലും കുടുംബത്തിലുണ്ട് എങ്കിൽ എല്ലാവരും അതും ശ്രദ്ധിച്ച് ചെക്ക് ചെയ്യുന്നതിലേക്ക്. പിന്നെ ഹൈ ഷുഗർ ഉള്ളവർക്കും അതുപോലെ BP ഉള്ളവർക്കും ഇത് വരാൻ സാധ്യത കൂടുതലാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഗ്ലോക്കോമ എന്ന രോഗാവസ്ഥയുടെ അപകട സാധ്യതകളിലേക്കും രോഗാവസ്ഥയെ ചെറുത്തു നിൽക്കാൻ എടുക്കേണ്ട മുൻകരുതലുകളിലേക്കും വിരൽ ചൂണ്ടിക്കൊണ്ട് ഡോക്ടർ ടോണി സ്കൂൾ ഓഫ് ഒപ്റ്റോമെട്രിയിലെ വിദ്യാർത്ഥികൾ സമർപ്പിക്കുന്ന ഈ ദൃശ്യവിരുന്നിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം. ആസ്വദിക്കുക, ഉണർന്ന് ചിന്തിക്കുക, നല്ല നാളേക്കായി പകരം കാഴ്ചയുടെ വെളിച്ചം ഇനിയുള്ള തലമുറയ്ക്കാൻ. Horizon
जैसे रंगों की पिचकारी, जैसे कपली फूलों की क्यारी, जैसे प्यारा रिश्ता हो कोई। ഈ അവസ്ഥ വിരൽ ചൂണ്ടുന്നത് നമ്മളിൽ ഓരോരുത്തരിലേക്കുമാണ്. തിരക്കേറിയ ജീവിതത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന, അവഗണിച്ചു കളയുന്ന, നിസ്സാരമെന്ന് തോന്നിയേക്കാവുന്ന ചില ലക്ഷണങ്ങൾ നമ്മുടെ അന്ധതയ്ക്ക് കാരണമായേക്കാം. ഗ്ലോക്കോമ അന്ധതയ്ക്ക് കാരണമായേക്കാവുന്ന ഒരു നിശബ്ദ രോഗം. ആദ്യഘട്ടങ്ങളിൽ വേദനയോ വ്യക്തമായ ലക്ഷണങ്ങളോ ഇല്ല. എന്നാൽ ഇത് കണ്ണിലെ ഒപ്റ്റിക് നെർവിനെ ക്രമേണ നശിപ്പിക്കുകയും കാഴ്ചയെ സ്ഥിരമായി നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് 40 വയസ്സിന് മുകളിലുള്ളവർ, പ്രമേഹമുള്ളവർ, കുടുംബത്തിൽ ഗ്ലോക്കോമ ചരിത്രമുള്ളവർ നിർബന്ധമായും കണ്ണുപരിശോധന നടത്തേണ്ടത് അനിവാര്യമാണ്. ഈ അവസ്ഥ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനമല്ല. ഈ കാഴ്ചക്കുറവിനെ നമുക്ക് അതിജീവിക്കാം. അതിനായി നിങ്ങളെ സഹായിക്കുന്ന ഒരു പിയർ സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ട്. ഞങ്ങൾ ഓരോരുത്തരും അതിലെ അംഗങ്ങളാണ്. ആദ്യമൊക്കെ എന്റെ കണ്ണിന് ചെറിയ ബുദ്ധിമുട്ടുകളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാനതത്ര കാര്യമാക്കിയില്ല. ഡോക്ടർ മരുന്ന് തന്നത് കൃത്യമായി ഒഴിച്ചുമില്ല. പിന്നെ ഡോക്ടറെ കാണാൻ പോവുകയും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ എന്റെ കാഴ്ച വളരെയധികം മോശമായി. ഞാനും ഇതുപോലെ തന്നെയായിരുന്നു. കൃത്യസമയത്ത് മരുന്ന് ഒഴിച്ചിരുന്നെങ്കിൽ ഈ കാഴ്ച കുറവില്ലായിരുന്നു. എന്റെ അശ്രദ്ധയാണ് ഇതിന് കാരണം. നിങ്ങൾക്ക് എങ്ങനെയാണ് കേൾക്കുവാനുള്ളത്? എന്റെ അച്ഛന് കാഴ്ചക്കുറവുണ്ടായിരുന്നു. പക്ഷെ അതിത്ര കാര്യമായിട്ട് ഞാൻ എടുത്തില്ല. ഒരു വട്ടം ഡോക്ടറെ കാണിച്ചു. പിന്നെ എന്റെ തിരക്ക് കാരണം കൊണ്ട് കാണിക്കാൻ പറ്റിയില്ല. ഡോക്ടർ പറഞ്ഞിരുന്നു കണ്ണിന്റെ പ്രഷർ കൂടുതലാണ്, കൃത്യമായി മരുന്ന് കഴിക്കണമെന്നും ഫോളോപ്പിന് വരണമെന്നൊക്കെ. പക്ഷെ കൊണ്ടുപോയില്ല. അച്ഛന് വന്ന അസുഖം എനിക്ക് വരുമെന്ന് അറിയില്ലായിരുന്നു. കാഴ്ച ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ തിരികെ ലഭ്യമല്ല. എന്നാൽ നേരത്തെ കണ്ടെത്തിയാൽ കാഴ്ച നിലനിർത്താനാകും.
ഇരുട്ടിന്റെ നടുവിൽ ജീവിതം ഭൂമിച്ചേർന്നു. അവഗണിക്കപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട ഒരു ജനവിഭാഗത്തിന് കൈകോർക്കാം പ്രതീക്ഷയോടെ, പ്രത്യാശയുടെ വെളിച്ചം പകർന്നു നൽകിക്കൊണ്ട്. ഏർലി ഡിറ്റക്ഷൻ സ്കീം യുണൈറ്റിംഗ് ഫോർ ഗ്ലോക്കോമ ഫീവർ